ഇറാൻ അമേരിക്കൻ യുദ്ധം പുതിയ തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇതുവരെ കേൾക്കുകയും അറിയുകയും ചെയ്യാത്ത പല വിവരങ്ങളും ഈ മേഖലകളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നു എന്ന് മാത്രമല്ല, വ്യത്യസ്ത മേഖലയിൽ രൂക്ഷമായിരിക്കുന്ന യുദ്ധം ഇറാൻ അമേരിക്കക്കെതിരെ നടത്തുന്നുണ്ട് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം, ഇത് ഇന്നലെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്, സ്ഥിരീകരണ റിപ്പോർട്ടില്ലാതെ മാഞ്ഞു പോയതായിരുന്നു, പക്ഷേ അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഹോർമുസിൽ മൈനുകൾ തട്ടി 2 കപ്പലുകൾ കത്തിയമർന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ അത് അമേരിക്ക നിഷേധിച്ചിരുന്നു. പിന്നീട് ഏറെക്കുറെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നെങ്കിലും അമേരിക്ക സമ്മതിച്ചിട്ടുണ്ട്. അഥവാ സമാന്തര പാതയോട് ചേർന്നുകൊണ്ട് ഒമാൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക നിർമ്മിച്ചതാണ് സമാന്തര പാത. അതിനോട് ചേർന്നുകൊണ്ട് വ്യാപകമായ രീതിയിൽ തങ്ങൾ മൈനുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇറാൻ കപ്പൽ കമ്പനികൾക്കും വ്യത്യസ്ത രാഷ്ട്ര ഭരണാധികാരികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ അനുവാദമില്ലാതെയോ തങ്ങൾ കാണിക്കുന്ന റൂട്ടിലൂടെ അല്ലാതെയോ കപ്പൽ പോകുന്ന സമയത്ത് വലിയ അപകടം, വലിയ ദുരന്തം ഉണ്ടാകും എന്നതിനാൽ കൃത്യമായ രീതിയിൽ കരാർ വ്യവസ്ഥ പ്രകാരമുള്ള റൂട്ടിലൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് IRGC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ആ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് 2 കപ്പലുകൾ ഈ മേഖലയിലൂടെ പോയത്. ഏത് രാജ്യത്തിൻ്റെ കപ്പൽ എന്നുള്ളത് സ്ഥിരീകരണ റിപ്പോർട്ടായിട്ട് ഇറാൻ തന്നെ പറഞ്ഞിട്ടില്ല. 2 കപ്പൽ എന്നാണ് അവരും പറഞ്ഞത്. അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവാം എന്ന് അമേരിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു. മൈനുകൾ തട്ടി എന്നുള്ളതും ആ സമയത്ത് തന്നെ പൊട്ടിത്തെറിച്ചു എന്നുള്ളതും ഏറെക്കുറെ ഒരു കപ്പൽ പൂർണ്ണമായ രീതിയിൽ കടലിലേക്ക് വീണിട്ടുണ്ട്, മറ്റൊരു കപ്പലിൻ്റെ ചില ഭാഗങ്ങൾ ഉയർന്നു കാണാൻ വേണ്ടി സാധിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഈ മേഖലയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നു. അഥവാ ഒരു അന്തിമ യുദ്ധത്തിലേക്ക് ഇറാൻ പ്രവേശിച്ചിരിക്കുന്നു എന്നത് ഏറെക്കുറെ കൃത്യമാക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സമീപന നിലപാടുകളൊക്കെ. അമേരിക്കക്ക് ഇറാൻ നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. ആ മുന്നറിയിപ്പും വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു. അതിൽ പറയുന്നത് 2 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിരിക്കുന്ന യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അമേരിക്കക്കും സഖ്യകക്ഷികൾക്കും അമേരിക്കക്ക് പിന്തുണ നൽകുന്ന മറ്റ് രാജ്യങ്ങളുടെ സംവിധാനവും തകർന്നടയും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെല്ലാ സംവിധാനം തങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഇസ്രായേലിനെ കാണാത്തവർ കണ്ടോളൂ എന്നൊക്കെ ആ റിപ്പോർട്ടിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതില്ലാതാവാൻ പോവുകയാണ് എന്ന തരത്തിൽ. അപ്പോൾ ഇസ്രായേലിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രയാസമുണ്ട്. അതല്ലെങ്കിൽ അവരും വലിയ സുരക്ഷാ സംവിധാന കാര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഒരു അന്തിമ യുദ്ധം എന്ന തരത്തിലേക്ക് ഇത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സർവനാശം അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്തുണ്ടാവുക ഇസ്രായേലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ തരത്തിലുള്ള യുദ്ധത്തിൻ്റെ രീതികളാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളത് ആരെയും ഭയപ്പെടുത്തുന്ന കാര്യമാണ്. സർവ്വ മേഖലയും അത് സാരമായിട്ട് ബാധിക്കും എന്നുള്ളതും ഏറെക്കുറെ ഉറപ്പാണ്. നിലവിലിപ്പോൾ 6 രാജ്യങ്ങളെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ സൈനിക ബേസും സംവിധാനങ്ങളുമുള്ള 6 രാജ്യങ്ങളെ കൃത്യതയോടുകൂടി തന്നെ ഇറാൻ ആക്രമിച്ച ലിസ്റ്റ് പുറത്തു വന്നു. അതിൽ ബഹ്റൈനുണ്ട്, കുവൈറ്റുണ്ട്, ഖത്തറുണ്ട്, ഒമാനുണ്ട്, ജോർദാനുണ്ട്, സിറിയയുണ്ട്. സാധാരണഗതിയിൽ ഒമാൻ ഉണ്ടാവാറില്ലായിരുന്നു. ഇപ്പോൾ ഹോർമുസ് കടലിന് സമാന്തര പാത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒമാനാണ് അമേരിക്കക്ക് സഹായം നൽകിയത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലും അമേരിക്കയുടെ സൈനിക ബേസ് ഇല്ലെങ്കിൽ പോലും സൈനികരും അതോടൊപ്പം തന്നെ ഒമാൻ്റെ വാടക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾ അവിടെ ഉണ്ട് എന്നതിനാൽ ആ മേഖലയും തങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ മേഖലയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. സർവനാശങ്ങൾ ആ മേഖലയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സിറിയക്ക് നേരെ നടത്തിയ ആക്രമണം ഇതിപ്പോൾ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇതാദ്യമായിട്ടാണ്. സിറിയ ഏറെക്കുറെ അമേരിക്കയുടെ കൺട്രോളുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ നിയന്ത്രണ മേഖലയുടെ ഭരണാധികാരിയാണ് അവിടെ ഭരണം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായ രീതിയിൽ ഇറാനെതിരെ നിഗൂഢമായിരിക്കുന്ന പല പ്രവർത്തനങ്ങളും നടത്താൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ അമേരിക്കക്ക് സാധിക്കും. ആ മേഖല തങ്ങൾ ആക്രമിക്കും എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അത്ര സംഭവം ഉണ്ടായിട്ടില്ല. പൊടുന്നനെ ആ ആക്രമണം സ്ഥിരീകരിക്കപ്പെട്ടു. പിന്നീട് ജോർദാൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ജോർദാൻ വളരെ കൃത്യമായിരിക്കും തങ്ങളുടെ ലക്ഷ്യ മേഖലയാണ്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ ആക്രമിക്കുമെന്ന് മുൻപേ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആവർത്തനങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു തലത്തിലേക്ക് അമേരിക്കയുടെ സൈനികരെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വന്നത് ഇങ്ങനെയാണ്. ഡാറ്റ റോമിംഗ് സാങ്കേതിക വിദ്യ ചോർത്തിക്കൊണ്ട് സൈബർ ആക്രമണം നടത്തിക്കൊണ്ടാണ് ഇറാൻ എന്ത് ചെയ്യുന്നത്? അമേരിക്കയുടെ സൈനികരുടെ രഹസ്യ മേഖലയും
അവരുടെ യാത്രാ സ്ഥലങ്ങളും കണ്ടുപിടിക്കുന്നത്. അത് ട്രാക്കിംഗ് വെച്ച് കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കുന്നുണ്ട് എന്നാണ് അതിൽ പറയുന്നത്. രാജ്യം വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വിശദീകരണക്കുറിപ്പിൽ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. രാജ്യം വിട്ട് കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടാകുന്നുണ്ട്, നമ്മുടെ ഫോൺ ചേഞ്ച് ആകുന്നു, മൊബൈൽ ചേഞ്ച് ആയി ട്രാക്കിംഗ് സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ട്രാക്കിംഗ് സിസ്റ്റം പോലെ ചേഞ്ച് ആവാറുള്ളത് സ്വാഭാവികമാണ്. അഥവാ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് ദുബായിലേക്കോ ഖത്തറിലേക്കോ ഒരാൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മുടെ എയർപോർട്ട് കഴിഞ്ഞു, പിന്നെ വിമാനത്തിൽ കയറുന്ന സമയത്ത് റേഞ്ച് ഒന്നും ഉണ്ടാവില്ല. മറ്റ് എയർപോർട്ട്, അത് ഖത്തറിലേക്കാണ്, ഖത്തറിലെ ദോഹ എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ഏറെക്കുറെ ലാൻഡിങ്ങിലേക്ക് എത്തുന്ന സമയത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കും. അതൊന്നല്ല, ഒരു 5-10 മെസ്സേജുകളൊക്കെ ഒരേ മൊബൈലിലേക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കും. ഒരു ക്ഷണക്കത്ത് പോലെയാണ്. ഞങ്ങളുടെ സിം നിങ്ങൾ യൂസ് ചെയ്യാം, ഈ സിം ഉപയോഗിക്കുന്ന കോൺടാക്റ്റ് നമ്പർ ഇങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശദീകരണ കാര്യങ്ങളൊക്കെ ഒന്നുകിൽ അറബി ഭാഷയിൽ അതല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലുണ്ടാവും. ഇപ്പം മലയാളത്തിൽ പോലും വരുന്നുണ്ട്. അപ്പോൾ ഈ വോഡഫോണൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആക്കിയിട്ട് അവിടുത്തെ മൊബൈലിലേക്ക് സിമ്മിലേക്ക് മാറുന്ന സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാ എയർപോർട്ടും ഒരു എയർപോർട്ട് ടു അടുത്ത എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് അവരുടെ മൊബൈൽ കമ്പനി മെസ്സേജ് അയക്കുക എന്നുള്ളതും ഈ മെസ്സേജിലേക്ക് റിസീവ്ഡ് ആവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇത് ട്രാക്കിംഗ് ആയിട്ട് പറയപ്പെടുന്നുണ്ട്. അതെന്താവുന്നുണ്ട്, അത് ഈ ഇറാൻ്റെ വിഭാഗങ്ങൾ കണ്ടെത്തുന്നു. സൈബർ ടീമാണ് അത് കണ്ടെത്തുന്നത്. അത് കണ്ടെത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കത് അറിയാൻ വേണ്ടി പറ്റും. നമ്മൾ മറ്റൊരാൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടി പറ്റും ഇയാൾ ഇന്ന രാജ്യത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്, ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആ മെസ്സേജിൻ്റെ സംവിധാനങ്ങൾ അപ്പാടെ തന്നെ അമേരിക്കയുടേത് ഇറാൻ ചോർത്തി എന്നുള്ളതാണ്. ഹാക്കർമാർ ഇതിനു വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയും അമേരിക്കയുടെ സൈനികരുടെ ഫോണുകളും അതിൻ്റെ കൃത്യമായിരിക്കുന്ന റൂട്ട് മാപ്പ് കണ്ടെത്തുകയും ഇത് ഇറാൻ്റെ മൊബൈൽ കമ്പനിയുമായിട്ട് കണക്റ്റ് ചെയ്യുകയും അതിൻ്റെ കൃത്യമായിരിക്കുന്ന രീതികൾ അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥാ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഡിജിറ്റൽ വിവര സാങ്കേതിക വിവരങ്ങളും ചോർത്തപ്പെട്ടു എന്നുള്ളത് അമേരിക്ക ഞെട്ടിപ്പിച്ചൊരു കാര്യമാണ്. ഡിജിറ്റൽ സംവിധാനത്തോടു കൂടി രഹസ്യങ്ങൾ ചോർത്തിയെന്ന് പറഞ്ഞാൽ ശത്രുപക്ഷത്തിന് ഏതൊരു സമയത്തും ആക്രമിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് അതിൻ്റെ സംവിധാനം എന്ന് ചുരുക്കം. ഫോൺ ലൊക്കേഷൻ വഴി ഒരു അമേരിക്കൻ സൈനികൻ എവിടെയാണ് താമസിക്കുന്നത് എന്നും അവരുടെ ക്യാമ്പുകൾ എവിടെയാണെന്നും ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ കാര്യം ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതിന് സമാനമായിരിക്കും ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ബഹ്റൈനിൽ ഈ മാർച്ച് മാസം 6-ാം തീയതി ഇറാൻ നടത്തിയിരിക്കുന്ന ഒരു മിസൈൽ ആക്രമണത്തിൽ 6 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. ഏകദേശം 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ സൈനികർക്കും ഏതെങ്കിലും തരത്തിൽ പരിക്കേൽക്കെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. 2 പേർ ആ പ്രദേശത്തില്ലായിരുന്നു, അതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല. ബിൽഡിംഗ് അപ്പാടെ തകർന്ന് തരിപ്പണമായി. ഇത് ഒരു രഹസ്യമായിരിക്കുന്ന ഒരു സൈനിക മേഖലയായിരുന്നു. ഇത് പരസ്യപ്പെടുത്താത്തതാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഒറ്റപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ട് എന്നും പറയുന്നു. അത് തകർത്തുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ അവരൊരു അന്വേഷണം നടത്തിയതിൽ ഇത് എങ്ങനെ ഇറാന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചു എന്നൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പുറത്തു വരുന്നത്. ഡാറ്റ റോമിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ്റെ ഹാക്കർമാർ അമേരിക്കയുടെ സൈനികരുടെ രഹസ്യമായിരിക്കുന്ന താവളങ്ങൾ അപ്പാടെ ചോർത്തിയിരിക്കുന്നു. 60 താവളങ്ങൾ ഇപ്പോൾ ഇറാന് അറിയാമെന്നാണ്. ഇതൊക്കെ അമേരിക്കയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ച് ഞെട്ടിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു തരത്തിലും മറ്റൊരു ശത്രു രാജ്യങ്ങൾക്ക് കയ്യിൽ പെടാത്ത രീതിയിലാണ് അവൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കിയതെങ്കിൽ പോലും കൈവിട്ടുപോയി എന്നുള്ളതാണ് ചുരുക്കം. അപ്പം നമ്മൾ ചേർത്ത് വായിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇറാൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളും ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങളും ഏത് തരത്തിലാണ് എന്ന് ഇപ്പോൾ അമേരിക്കക്ക് മനസ്സിലായിട്ടില്ല. പ്രതിരോധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ശത്രുവിൻ്റെ ശക്തി കൃത്യമായ രീതിയിൽ മനസ്സിലാകുന്ന കാര്യത്തിൽ അമേരിക്ക പരാജയമാണ് എന്ന് ചുരുക്കം. മാത്രവുമല്ല, ഈ അമേരിക്കയുടെ സൈനിക ബേസ് പ്രവർത്തിക്കുന്ന അറേബ്യൻ രാജ്യങ്ങളിൽ ആ രാജ്യത്തെയും അതിൻ്റെ സംവിധാനത്തെയും സംരക്ഷിക്കണം എന്നുള്ള ഒരു കരാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട്. ഞങ്ങളുടെ രാജ്യത്തേക്ക് ഏതെങ്കിലും ശത്രുവിൻ്റെ ആക്രമണം വന്നു കഴിഞ്ഞാൽ അമേരിക്ക അത് സംരക്ഷിച്ച് കൊള്ളാമെന്ന് അവരുണ്ട്. ആണവായുധം ആവശ്യപ്പെട്ടിരുന്ന സൗദി അറേബ്യ ജോർജ് ബുഷ് ഖത്തറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് തന്നെ അത് സൗദി അറേബ്യക്ക് മാത്രമല്ല അറേബ്യൻ രാജ്യങ്ങൾക്ക് മൊത്തത്തിലായിട്ട് ശത്രുവിനെ പ്രതിരോധിക്കാൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. പെട്രോളിയം പോലെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് സമാധാനപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് തങ്ങൾക്ക് ആണവായുധം നിർമ്മിക്കാനുള്ള സമ്മതം തരണം എന്നുള്ളതായിരുന്നു പറഞ്ഞത്.
സമ്പുഷ്ട യുറേനിയത്തിൽ നിന്നാണ് തുടങ്ങിയത്, പിന്നീട് അത് അണ്വായുധത്തിൽ എത്തി എന്നും പറയുന്നു. പക്ഷേ ജോർജ് ബുഷ് സമ്മതിച്ചിട്ടില്ല. അതിനുശേഷം പല പ്രസിഡന്റുമാർ വന്ന് ജോ ബൈഡനോട് പറഞ്ഞു, ട്രംപിനോട് പറഞ്ഞു. ട്രംപ് മുമ്പ് ഭരണം നടത്തിയ സമയത്ത് അയാളോട് പറഞ്ഞു, ഒന്നും നടന്നിട്ടില്ല. ഒബാമയോട് പറഞ്ഞു, ഒരു 10ഓളം പ്രസിഡന്റുമാരോട് പറഞ്ഞിട്ടും സമ്മതിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ സമ്മതിക്കാതിരിക്കുന്ന സമയത്ത് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ പൂർണ്ണമായിരിക്കും സുരക്ഷ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. നമ്മൾ പറയാൻ കാര്യം അങ്ങനെ കൃത്യമായിരിക്കുന്ന ഒരു കരാർ ഉണ്ടാക്കിയിട്ട് പോലും ആ രാജ്യത്തെയോ അതിൻ്റെ സംവിധാനത്തെയോ ഇറാൻ്റെ ആക്രമണത്തിൽ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നത് മാത്രമല്ല, തങ്ങളുടെ സൈനികരെയും സൈനിക സംവിധാനത്തെയും സംരക്ഷിക്കാൻ സാധിക്കാത്ത വിധം ദയനീയമായ രീതിയിൽ അമേരിക്ക ഓരോരോ ദിവസം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് വ്യത്യസ്തമായിരിക്കുന്ന റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.